എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തേങ്ങാപ്പാൽ വെച്ച് നല്ല സ്വാദോടു കൂടിയുള്ള മീൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിനു വേണ്ടി നമുക്ക് മീൻ വൃത്തിയാക്കി മുറിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് തിരുമ്പി പിടിപ്പിക്കുക. 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി വയ്ക്കാം. മീൻ കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് ഒരു 5-6 ചുവന്നുള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുക്കാം. 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. 4 ചെറിയ കുടപ്പുളിയുടെ കഷ്ണങ്ങളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം തേങ്ങാപ്പാലാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. 1 ഗ്ലാസ് 2ാം തേങ്ങാപ്പാൽ നന്നായി ഇളക്കി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വയ്ക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് നേരം ഇത് തിളപ്പിച്ച് നമുക്ക് മീൻ കഷ്ണങ്ങളെ ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് തിളച്ച് വേവുന്ന സമയം കൊണ്ട് ഇതിൽ താളിച്ചൊഴിക്കാനുള്ള ഉള്ളി നമുക്ക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ 1 ടീസ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഓരോരുത്തരുടെയും പാകത്തിനുള്ള ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ മീനെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കട്ടി തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ഒഴിച്ചിട്ട് ചെറുതായി ഒന്ന് ഇളക്കി, അധികം തിള വരാനായിട്ട് പാടില്ല. തിളച്ച് വരണ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിൽ താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിൽ നമ്മൾ അരിഞ്ഞു വെച്ചേർന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കരിഞ്ഞു പോകരുത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിന് ശേഷം നമുക്കിതിൽ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഏത് തരത്തിലുള്ള മീൻ വെച്ചും നമുക്ക് ഇതേപോലെ കറി ഉണ്ടാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.